സമയത്ത് തിരുവനന്തപുരത്ത് നിന്നും ഹലോ, സോ നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ് ആൻഡ് വി ആർ ഗോയിങ് ടു ഓക്കെ. സോ ഇനിയിപ്പം ട്രെയിൻ വന്ന് വി ആർ ഗോയിങ് ടു നാഗർകോവിൽ. അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് സ്ട്രെയിറ്റ് ടു തഞ്ചാവൂർ. ഫ്ലാഷ് ബാക്ക്. സോ നാഗർകോവിലോട്ടുള്ള ട്രെയിനെല്ലാം കറക്റ്റായിട്ട് കയറി. ബട്ട് ടു ആ സർപ്രൈസ് പല സ്ഥലത്ത് പിടിച്ചിട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു എത്തില്ല, മറ്റേ ആൾ പറഞ്ഞു ട്രെയിൻ എന്തായാലും എത്തും. പക്ഷേ വാട്ട് ഹാപ്പൻ വാസ്, സോ ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങള് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നാഗർകോവിൽ വരെ വന്നിട്ട് നാഗർകോവിൽ ടു തഞ്ചാവൂർ ട്രെയിനിനായിരുന്നു പോകാൻ പ്ലാൻ ചെയ്തത്. സോ ബേസിക്കലി നാഗർകോവിൽ ജംഗ്ഷൻ എത്തിയപ്പോൾ ഞങ്ങളുടെ കൺമുൻപിലൂടെ ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ പോയി. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി. സോ ഇവിടെ ഇപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ സ്റ്റക്കായി ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഘോരഘോരമായി ഞാൻ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് വിത്തൗട്ട് ഈവൻ റിയലൈസിങ് ദ മൈക്ക് ക്വാളിറ്റി ഈസ് ടു ബാഡ്. സോ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഞങ്ങൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് തൃച്ചിക്കുള്ള ബസ്സിലാണ് ഇനി പോകുന്നത്. ഈ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കണക്കാ, അതുകൊണ്ട് ഞങ്ങളിപ്പം വളരെ സ്മൂത്തായിട്ട് പോകേണ്ട ഒരു ജേർണി ആയിരുന്നു. ഇപ്പം കുറച്ച് അഡ്വഞ്ചറസ് ആയി. ഇപ്പം ഞങ്ങൾ ബസ്സിലാണ് ടു തൃച്ചി. തൃച്ചിയിൽ നിന്ന് തഞ്ചാവൂർ ചെട്ടിനാട് എങ്ങനെയാണെന്നൊക്കെ അവിടെ ചെന്നിട്ട് വേണം ഫിഗർ ഔട്ട് ചെയ്യാൻ. സോ യാ, സോ ചെറിയ ഒരു ബെസ്റ്റ് ഉണ്ട്. ഞങ്ങൾ തൃച്ചിക്കാണ് പോകാനിരുന്നത്. അതിബുദ്ധിയായിരുന്നു. അപ്പം മധുരയിൽ പോയാൽ മതി, മധുരയിൽ നിന്നാണ് ചെട്ടിനാട് ഡിസ്റ്റൻസ് കുറവെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോൾ മധുരയ്ക്ക് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഇപ്പം ഞങ്ങൾ മധുരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് ഇതേതാ സ്ഥലം? മധുരയിലാണ്. അപ്പോൾ നമ്മൾ ഈ പുറകെ കിടക്കുന്ന ബസ്സിലാണ് കാരക്കുടിക്ക് പോകുന്നത്. പക്ഷെ എന്താണ് അണ്ണൻ പറഞ്ഞത്? എന്താണ് ബാഗ് മറ്റെന്താ കേറക്കൂടും, നമ്മളിപ്പോ കേറക്കൂടാതെ കാരക്കുടിക്ക് നമ്മളല്ലല്ലോ. അതെ, ഞങ്ങളെ കേട്ടിട്ടില്ല. ബാഗ് മാത്രം അകത്ത് വെച്ചിട്ടുണ്ട്. കാരക്കുടിക്ക് ബാഗാണ് പോകുന്നത്. അതെ അതെ. നമുക്കൊരു ചായ കുടിച്ചാലോ? അങ്ങനെ ജയലക്ഷ്മി എത്തിയിരിക്കുന്നു. ജയ ഒന്ന് നോക്കൂ, അതെ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പാട്ട്. മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. അങ്ങനെ വി സ്റ്റാർട്ടഡ് അവർ ജേർണി ടു കാരക്കുടി. ഏതൊക്കെയോ തമിഴ് പാട്ടിന് ഇതുവരെ കേൾക്കാത്ത കുറേ തമിഴ് പാട്ടൊക്കെയാണ് ബസ്സിലിട്ടത്. സോ അതൊക്കെ കേട്ടിങ്ങനെ വൈബ് ചെയ്താണ് പോയത്. ഉറങ്ങണമെന്നായിരുന്നു പ്ലാൻ, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് എന്താ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസും ബിഫോർ സൺറൈസ് സ്കൈയും കാണാൻ പറ്റി. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാനൊരു സൺറൈസ് പേഴ്സൺ അല്ല, ബിക്കോസ് രാവിലെ എണീക്കാറില്ല യൂഷ്വലി. അല്ലെങ്കിലും എനിക്ക് സൺസെറ്റാണ് ഇഷ്ടം. റെയർ ഒക്കേഷൻസിലാണ് ഞാൻ സൺറൈസ് കാണാറ്.
അതുപോലെ കണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് ആയിരുന്നു ഇത്. നോക്കിയിരിക്കാൻ നമുക്ക് തോന്നിപ്പോവായിരുന്നു. അതുപോലെ ആ സണ്ണിൻ്റെ ലൈറ്റ് നമ്മുടെ മുഖത്ത് ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇറ്റ് വാസ് സോ സോ ഗുഡ്. ഭയങ്കര എന്താ ഒരു രസമായിരുന്നു. അതുപോലെ ദിസ് വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കുറേ മരങ്ങളുടെ ഇടയിലൂടെ ആ ഒരു സൺറൈസ് കാണുന്നത്, സണ്ണിൻ്റെ ആ ഒരു റേസ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കാണാറില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് കോൾഡ്, പക്ഷേ ഐ ലവ് ദിസ് എന്ന് പറയുന്ന പോലെ ഈ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൺറൈസ് ഇങ്ങനെ ആ ഒരു ട്രീയുടെ ഇടയിലൂടെ ഇങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഓക്കെ, നമ്മൾ ഫൈനലി കാരക്കുടിയിൽ എത്തിയിരിക്കുന്നു. மகரந்த பொடிகளை எடுத்து அதில் மஞ்சள் தங்கம் கொஞ்சம் இட்டு இடித்து திரு கண்ணம் எங்கும் சுண்ணம் பூசி வண்ணம் செய்தானோ, ஒரு கோடி பூக்கள் கொண்டு ஜோடி பூக்கள் செய்தானோ. നമുക്കിവിടെ ഒട്ടും പറ്റാത്തത് ഈ ഒരു ക്ലൈമറ്റാണ്. കൊടും ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരക്കുടിയിൽ നിന്ന് ഫസ്റ്റ് പോയത് ആത്തൻകുടി പാലസിലോട്ടാണ്. ആ സ്ട്രീറ്റ്സ് ഫുൾ ചെട്ടിയാർ മാൻഷൻസ് ആയിരുന്നു. ഓരോ ഹൗസും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓരോ ഡീറ്റെയിൽസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ സ്ട്രീറ്റ്സൊക്കെ. പിന്നെ ഇതുപോലത്തെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ഡോർസൊക്കെ ആയിട്ട്. പിന്നെ ഫൈനലി നമ്മൾ ആത്തൻകുടി പാലസിലെത്തി. ദ പാലസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. പുറമേ നിന്ന് കാണാനും നല്ല ഭംഗിയായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആത്തൻകുടി പാലസിലാണുള്ളത്. സോ ബ്യൂട്ടിഫുൾ, പക്ഷേ കുറച്ച് തിരക്കുണ്ട്. എനിവേസ് ஐயங்காரு வீட்டு அழகே, ஐயங்காரு வீட்டு அழகே, ஐயங்காரு வீட்டு அழகே. ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂട്. നമ്മളിങ്ങനെ നിൽക്കുമ്പം വാവ്, എനിക്കെൻ്റെ മെഹന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ബ്യൂട്ടിഫുൾ, പക്ഷേ സമാധാനത്തോടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ആൾക്കാരും പിന്നെ നമുക്ക് ആകെ 30 മിനിറ്റ്സാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കവർ ചെയ്യാൻ, പിന്നെ ട്രൈപോഡൊന്നും അവരല്ലോ ചെയ്യത്തില്ല. സോ ആകെ മൊത്തം കുഴപ്പമില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. സോ ബ്യൂട്ടിഫുൾ. എസ്തെറ്റിക്കലി ആണെങ്കിലും ആർക്കിടെക്ചറലി ആണെങ്കിലും എന്താ പറയുന്നത്, ഭയങ്കര രസമുണ്ട്. ഓരോ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസും എല്ലാം സോ ബ്യൂട്ടിഫുൾ. അപ്പം കാണേണ്ട കാഴ്ച തന്നെയാണ്. പക്ഷെ എന്താ, ഈ തിരക്കും ചൂടും ഒക്കെ കാരണം ഉണ്ടാവുന്നൊരു ചെറിയ ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. பண்டிதனே ஐயங்காரு வீட்டு அழகே, ஐயங்காரு வீட்டு அழகே, ஐயங்காரு വീട്ട് അഴകേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എനിവേസ് ഹായ് ഹായ് ഹായ്. സോ ഈ പാലസ് ഫുൾ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽസ് ആണ്. ആൻഡ് ഐ ലവ് ദിസ് സ്റ്റൈൽ. ഐ എം ഒബ്സസ്ഡ്. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആത്തൻകുടി പാലസിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പോയത് ആത്തൻകുടി ടൈൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടൈലാണ് ആത്തൻകുടി ടൈൽസ്. അപ്പോൾ ആത്തൻകുടി ടൈൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ചേട്ടനാട് വരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതായിരുന്നു. സോ ഫൈനലി ഞാൻ അത് ചെയ്തു.
ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എക്സ്പീരിയൻസ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ അത്രയും കെയറോട് കൂടിയൊക്കെ വേണം ഇത് ഒഴിക്കാനും അതിൻ്റെ ആ പ്രോസസ്സ് ചെയ്യാൻ. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് അവരൊക്കെ നല്ല സ്കിൽഡാണ്. അവരത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്, ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. സോ അതൊരു വലിയ ടാലൻറ്റ് തന്നെയാണ്. ബിക്കോസ് ദേ ആർ മേക്കിംഗ് ആൻ ആർട്ട് ആൻഡ് അത് ആർട്ടിസ്റ്റിനെ കൊണ്ടേ പറ്റൂ. സോ ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും വർക്കേഴ്സ് അല്ല, ദേ ആർ ആർട്ടിസ്റ്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കൊണ്ട്, ലൈക്ക് പ്രോപ്പർ സെറ്റിങ്ങിൽ ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബിക്കോസ് ഒരു റോങ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള സ്ഥലത്ത് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു മിസ്റ്റേക്ക് വരരുതല്ലോ എന്ന് ആലോചിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ ഭയങ്കര സ്ട്രെസ്സായിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ദ ഔട്ട്കം വാസ് സോ ഗുഡ്. ആൻഡ് ഈ ചേച്ചി വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പറഞ്ഞു തന്ന് ഏതൊക്കെ എവിടെയൊക്കെ ഒഴിക്കണം എന്ന്. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ. അവിടെ നമ്മൾ ചെന്നപ്പോഴാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ഇടപെട്ടതും. ദേ വർ സോ വെൽക്കമിങ്. സോ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. പിന്നെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയിൽ ഐ ആം ക്വൈറ്റ് പ്രൗഡ് ഓഫ് ദിസ്. നല്ല രീതിയിൽ അത് വന്നു. ഞാനുണ്ടാക്കിയ ടൈൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് സൊവീനിയറായിട്ട് കുറച്ച് ടൈൽസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ആത്തൻകുടിയിൽ നിന്ന് നെക്സ്റ്റ് ഞങ്ങൾ ചെട്ടിനാടോട്ടാണ് പോയത്. ആൻഡ് ദ സ്കൈ വാസ് സോ ഗുഡ്. ആ ഒരു ക്ലൗഡ്സും ഇറ്റ് വാസ് സോ പ്രിറ്റി. നെക്സ്റ്റ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ലോട്ടസ് പാലസ് ചെട്ടിനാടിലാണ് പോയത്. അതൊരു ചെട്ടിയാർ മാൻഷൻ ഒരു ബുട്ടിക് ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. സോ അതിൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ചെട്ടിയാർ മാൻഷൻസ് അറിയാലോ, അതുപോലെ തന്നെ ആത്തൻകുടി ടൈൽസും കുറേ ഡീറ്റെയിലിങ്സും ഒക്കെ ഉള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു അത്. എല്ലാം എസ്തെറ്റിക് ആയിട്ടായിരുന്നു അവർ പ്ലേസ് ചെയ്തിരുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് അവരൊരു പപ്പടം കൂടി തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ടേസ്റ്റി. നല്ല ടേസ്റ്റി ആയിരുന്നു, ടേസ്റ്റി ആൻഡ് ക്രഞ്ചി ആയിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ചെട്ടിനാട് ഒത്തൻറ്റിക് ഡിഷസൊക്കെ ട്രൈ ചെയ്ത് ലഞ്ച് ഫിനിഷ് ചെയ്തു. So I was shooting here with this tripod and I just met a very cute family, like friends. Malayalam movies. No. She's going to be model. Yeah, the model. We wishing you all the Miss Kerala. Miss Kerala. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഹാൻഡ്ലൂം ഷോപ്സിലോട്ടായിരുന്നു. ഫസ്റ്റ് നെല്ലി വീവിങ് ഹാൻഡ്ലൂം എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ടാണ് പോയത്. അവിടെ നമുക്ക് ലൈവായിട്ട് ഹാൻഡ്ലൂം ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പുറത്ത് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ സാരീസൊക്കെ നോക്കി. കളക്ഷൻസൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജസ്റ്റ് ഒരു സാരി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെട്ടിയാർ മാൻഷൻസിലോട്ടാണ് പോയത്. സോ ദിസ് മാൻഷൻ VVR ഹൗസ് എന്ന് പറഞ്ഞ് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നൊന്ന് കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ പോയത് ലക്ഷ്മി വില്ല എന്ന് പറഞ്ഞ്, അത് ഭയങ്കര ഫേമസ് ആണ്. റീൽസിലൊക്കെ എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യുന്നൊരു മാൻഷനാണ്. സോ നമുക്കിവിടെ ഐ ഗെസ് 30 minutes എന്തോ ഉണ്ടായിരുന്നുള്ളൂ ടൈം. സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കണ്ട് ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഒരു ദിവസം താമസിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും ലൈക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാൻഷനായിരുന്നു അത്. ഓക്കെ. ഓഹോ, സ്റ്റിക്കർ ഒട്ടിച്ച് പറ്റിച്ചതാണോ നമ്മളെ? ഓ മൈ ഗോഡ്, സോ ബ്യൂട്ടിഫുൾ. ബട്ട് ഇത് ഫുൾ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ട് എടുക്കാൻ പറ്റാവുന്നത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളടത്തെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ഫ്രം ദ ഫസ്റ്റ് ഫ്ലോർ ആസ് വെൽ. ഭയങ്കര രസമായിരുന്നു. ഫുൾ പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിലും എല്ലാം ഭയങ്കര രസമായിരുന്നു. ഇറ്റ് വാസ് സോ പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് സോ എസ്തെറ്റിക്. സോ നെക്സ്റ്റ് പോയത് ശ്രീകൃഷ്ണ ഹാൻഡ്ലൂം സ്റ്റോറിലായിരുന്നു. ആൻഡ് ഈ ചേച്ചിയായിരുന്നു ആ സ്റ്റോർ ഓണർ, ഒരു ടീച്ചറും കൂടി ആയിട്ടോ. അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. സോ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാ സാരീസും നോക്കി. ആൻഡ് ഈ കാണുന്ന ഈ പച്ച സാരിയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വിത്ത് ദാറ്റ് റെഡ് ബോർഡർ. അപ്പം ഏറെക്കുറെ ഞാനത് ഫൈനലൈസ് ചെയ്തിരുന്നു. എല്ലാവരും ഓരോ സ്ഥലത്തിരുന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചും ഫോട്ടോസ് അയച്ചും ഏത് സാരി എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുമായിരുന്നു. ഞാൻ ഈ ഒരു ഗ്രീൻ സാരിയിൽ തന്നെ ലാസ്റ്റ്
ഫൈനലൈസ് ചെയ്തു. ആർക്കെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ചെട്ടനാട് വരുമ്പോൾ ഈ സ്റ്റോറും മസ്റ്റ് വിസിറ്റ് ആണ്. നല്ല കളക്ഷൻ ഓഫ് സാരീസ് ഉണ്ട് ഇവർക്ക്. അതുപോലെ കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ പർച്ചേസ് ചെയ്ത സാരീസാണ്. പുറത്തിറങ്ങിയ വ്യൂ കണ്ടപ്പോൾ മനസ്സിലൊരു സമാധാനമാണ് വന്നത്. ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു പീസ്ഫുൾ ലൈഫാണ്. രാവിലെ മുതൽ അവരവരുടെ ജോലികളൊക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പം എല്ലാവരും കൂടെ കോവിലൊക്കെ പോയി അങ്ങനെ. പിന്നെ ഈ ഒരു സമയമായപ്പോഴേക്കും ഇവർ രണ്ടുപേരും ടയേർഡായിരുന്നു. പക്ഷേ എനിക്ക് ജയിക്കാൻ പോകാൻ ഒരു സ്ഥലം കൂടി ബാക്കിയുണ്ടായിരുന്നു. കണ്ടുകൊണ്ടേൻ ഫാൻസിന് തീർച്ചയായിട്ടും അറിയാവുന്നൊരു സ്ഥലം നമ്മൾ കണ്ടു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതെ, നമ്മൾ മാത്രമേ കണ്ടുള്ളൂ. ഞങ്ങളെത്തി. ஒரு கணம் போதும் இல்லை என்று சொல்லி தாங்குவதென்றால் இன்னும் இன்னும் எனக்கோர் ஜன்மம் வேண்டும். என்ன சொல்ல போகிறாய்? So we just saw this amazing sky. ശരിക്കും നമ്മുടെ ഈ ഒരു ഭൂമിയും ആകാശവും ഒക്കെ എത്ര മനോഹരമാണ്. ഇത് വസന്ത ടീ ആൻഡ് കോഫി സ്നാക്സ് എന്ന് പറഞ്ഞ കടയാണ്. എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടപ്പെട്ട രാവിലെ കുടിച്ചു. പിന്നെ അതുകൊണ്ട് 2 ചായ എനിക്ക് കുടിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ടേസ്റ്റ് I mean, I should definitely act in movies because it's the second time someone asked me, do you act in films? അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവരാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ഡിന്നർ കഴിക്കാനായി കാരേക്കുടി കിച്ചണിലാണ് പോയത്. ഒതൻറ്റിക് ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കനും കോഴിക്കറി അങ്ങനെ ഫ്യൂ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല മഴ. It's raining. സോ ഡേ 1 അഡ്വഞ്ചേഴ്സ് കഴിഞ്ഞത്. എല്ലാവരും ടയേർഡായിട്ട് ഉറങ്ങാൻ പോവാണ്. ഒരാളിതാ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.